രാഷ്ട്രീയത്തെ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിൽ മാത്രമല്ല UDFിലും ഒരു അവസാന വാക്ക് ആണ് എല്ലാ കാലത്തും ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ. ഒരു പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ലീഗും അതുപോലെ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എങ്ങനെ ദേശീയ രാഷ്ട്രീയത്തെയും ഒപ്പം കേരള രാഷ്ട്രീയത്തെയും നോക്കിക്കാണുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. സ്വാഗതം. സന്തോഷം. വരുന്ന ഈ പൊതു തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിന് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് നോക്കിക്കാണുന്നത്? അതിലെ ശക്തികൾ എത്രമാത്രം സജ്ജമായിട്ടുണ്ട് എന്ന കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് വിവരിച്ചു. അല്ല, ഈ വൈവിധ്യം നിറഞ്ഞ ഒരു നാട്, ആ വൈവിധ്യത്തിനെതിരായി ആരെങ്കിലും പേരിൽ കൊണ്ടും അങ്ങനെ ഒരു ശ്രമം നടക്കുമെന്ന് ആരും കരുതിയിട്ടില്ല. ഇപ്പോൾ അത് വന്നിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്തിന് തന്നെ അതിൻ്റെ അഖണ്ഡതക്ക് വലിയൊരു ഭീഷണിയാണ്. ബാക്കി നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് പൊളിറ്റിക്കൽ രാഷ്ട്രീയ ലാഭം ഒരു കൂട്ടർക്കാർക്കാണ് ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ അഖണ്ഡതക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. അതിൻ്റെ നിലനിർത്തുന്നത് ഈ ഭരണഘടന. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് അവർ ലക്ഷ്യം വെക്കുന്നത് പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത് പക്ഷത്ത് നിർത്തി ബാക്കി എല്ലാവരെയും കൂടി എതിർക്കുക, അജണ്ടയിൽ അണിനിരത്തുക എന്നാണ് ഇന്ന് അവർ കരുതുന്നത്. നാളെ ഇത് മതിയാവാതെ വരും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു യൂണിഫൈങ് ഫാക്ടർ ആവാതെ അത്ര വൈവിധ്യം ഇന്ത്യക്കുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നാളെ ആ ഭിന്നിപ്പ് പിന്നെയും തുടരും. പിന്നെ ഒരുപാട് വിഷയങ്ങൾ വരും. കാരണം അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള വൈവിധ്യം. പാകിസ്ഥാന് പിന്നെ 2 രാജ്യമാവേണ്ടി വന്നു മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കിയതിനു ശേഷം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള മതത്തിന്റെ പേരിൽ ഒരു ഭിന്നിപ്പ് കൊണ്ടുവന്നാൽ അത് പിന്നെ ജാതിയിലേക്ക് കടക്കും, ഉപജാതിയിലേക്ക് കടക്കും. അത്രമാത്രം സ്ട്രോങ് ആണ് രാജ്യത്തിന്റെ. പിന്നെ പ്രദേശങ്ങളിലേക്ക് കടക്കും, പിന്നെ നിറത്തിലേക്ക് കടക്കും, പിന്നെ മേൽജാതി കീഴ്ജാതി ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുകയാണ് ഇപ്പോൾ. അതായത് പുറകോട്ട് കൊണ്ടുപോകുന്നത് രാജ്യത്ത്. ഈ ഭിന്നത ഇങ്ങനെയൊക്കെയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക എന്നത് കഴിഞ്ഞ 10 വർഷം മുമ്പ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു വ്യക്തത, നയപരമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യവശാൽ UPAക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യ മുന്നണി എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ വേണ്ട രീതിയിൽ ഫലപ്രദമായി നടത്താൻ പക്ഷേ കോൺഗ്രസിനും UPA ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കും സാധിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും രാജ്യം എന്ന ഇന്ത്യ എന്ന അതാണ് ഇന്ത്യ മുന്നണി ഒരു ഫാക്ടറിൽ ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് നല്ല പണിയുള്ള കാര്യമാണ്. കലഹം ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. ഒരു കുടുംബത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം തോണ്ടിയിട്ടാൽ മതിയല്ലോ, കലഹായിക്കോളും. പക്ഷെ ഗൃഹനാഥന് ഏറ്റവും വലിയ പ്രയാസം എന്താ വെച്ചാൽ ആ കുടുംബത്തിനെ ഒരുമിച്ച് നിർത്തലാണ്. ആ കുടുംബത്തിലുള്ള ഒരു ഏഷണിക്കാരൻ അല്ല ഒരു ദുരുദ്ദേശിക്ക് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. BJP ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിൽ കലഹം ഉണ്ടാക്കുക അവർക്ക് എളുപ്പമുണ്ട്. ആ നിലയിൽ വോട്ട് വാങ്ങാൻ നോക്കുക. നേരെ മറിച്ച് കോൺഗ്രസ് ചെയ്യുന്നത് എല്ലാവരെയും അത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. കാരണം കുടുംബത്തിലെ മക്കൾ പലതരക്കാരാണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പലതാണ്, പാർട്ടികൾ പലതാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് നല്ല ഒരു പ്രയാസമുള്ള ഒരു കാര്യം തന്നെ, ഒരു ഡിഫിക്കൽട്ട് ഇഷ്യൂ ആണ്. അപ്പോൾ ആ പ്രയാസം ഇന്ത്യ മുന്നണി അഭിമുഖീകരിച്ചു. എന്നാലും ഏറെക്കുറെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. പോസ്റ്റ് പോൾ അലയൻസ് കുറേ സംസ്ഥാനങ്ങളുണ്ടായി. ഇനി കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നെ പ്രീ അലയൻസ് പറയുന്നുണ്ട്. കഴിഞ്ഞതിന് ശേഷമുള്ളത് വീണ്ടും ഇലക്ഷൻ കഴിഞ്ഞ് രൂപപ്പെടും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ബംഗാളിൽ നിന്ന് പിന്നെ തൃണമൂൽ കോൺഗ്രസ് ജയിച്ച് വന്നാൽ സ്വാഭാവികമായി സീറ്റ് കിട്ടിയാലും അത് പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് പിന്തുണ കൊടുക്കുമല്ലോ.
അല്ലെങ്കിൽ അത് ആരുടെ തരത്തിലാണോ പിന്നെ മതേതര മുന്നണി അതിന് പിന്തുണ കൊടുക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുള്ളൂ, നമ്പർ തയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഉയർത്തുന്ന വെല്ലുവിളി BJPക്ക് ഇപ്പോൾ അവഗണിക്കാൻ കഴിയാത്തതായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ വെപ്രാളം കാണിക്കുന്നത്. ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു കാര്യം, കോൺഗ്രസ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രബല ശക്തിയായിരുന്നു. അവിടെ കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ ഒരു മുന്നണി സംവിധാനം പോലും ആവശ്യമായിരുന്നില്ല. പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ ആ പഴയ പ്രതാപകാലം നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ വസ്തുത മറന്നുകൊണ്ടാണോ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഇവർ ഈ ഇന്ത്യ മുന്നണിയുടെ ചർച്ചകളും സഖ്യധാരണകളും ഒക്കെ മുന്നോട്ട് പോകുന്നത്? അതൊരു തടസ്സമാകുന്നുണ്ടോ കോൺഗ്രസിന്റെ സമീപനം? ഇപ്പോൾ UP അവർ വിട്ടുവീഴ്ച ചെയ്തല്ലോ. UP ആണ് പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്. അവിടെ കോൺഗ്രസ് കുറഞ്ഞ സീറ്റ് എടുത്ത് പിന്നെ വിട്ടുവീഴ്ച ചെയ്തു. ബീഹാറിൽ അതേപോലെ തന്നെ കുറഞ്ഞ സീറ്റ് എടുത്ത് വിട്ടുവീഴ്ച ചെയ്തു. തമിഴ്നാട്ടിൽ, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എവിടെയാണ്? ഇപ്പോൾ പറയുന്നത് മധ്യപ്രദേശ് പറഞ്ഞാൽ ചില സംസ്ഥാനങ്ങളുണ്ടായ വിഷയമാണ്. അവിടെ മറ്റു പാർട്ടികളുടെ സാന്നിധ്യം വളരെ കുറവാണ്. BJPയും കോൺഗ്രസും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റുള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ സീറ്റ് കിട്ടിയതും രാജസ്ഥാനിൽ അധികാരത്തിൽ വന്നതൊക്കെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി പോകുന്നു. ഉദാഹരണമായിട്ട് ബീഹാറിൽ കൂടുതൽ സീറ്റ് പിന്നെ കോൺഗ്രസ് കൊടുത്തപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ അവിടെ പരാജയം ഉണ്ടായി. അതിൻ്റെ അനുഭവത്തിൽ പിന്നെ അവർ കുറഞ്ഞ സീറ്റ് എടുത്തു. കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ഏകപക്ഷീയമായി ഈ വിഷയത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പല്ല. ഈ ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി എല്ലാ കാലത്തും ഡൽഹിയിലൊക്കെ അറിയുന്നത്. ബനാത്ത് വാല, അതുപോലെ ഇബ്രാഹിം സുലൈമാൻ സേഖ്, ഇവർ പോലുള്ള ലോക്സഭയിലും ഇന്ത്യൻ പാർലമെൻറ്റിലും ഒക്കെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ശബ്ദമായി മാറാൻ ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതികൾ സാധിച്ചിട്ടുണ്ട്. ലീഗിൻ്റെ ഇപ്പോഴത്തെ പാർലമെൻ്ററി പ്രവർത്തനം അങ്ങനെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ, മുൻപത്തെക്കാളേറെ ക്രൂഷ്യലായ ഒരു കാലഘട്ടമാണ്. ആ സമയങ്ങളിൽ ലീഗിൻ്റെ ഒരു പാർലമെൻ്ററി പ്രവർത്തനം അന്നത്തെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ ഫലപ്രദമാണ് എന്ന് തോന്നാറുണ്ട്. അതിനെന്തെങ്കിലും അന്നത്തെ കാലഘട്ടത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അന്നത്തെ ലീഡേഴ്സ് നല്ല പെർഫെക്റ്റായിരുന്നു. അവർ മതിയായ നേതാക്കന്മാരായിരുന്നു. അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയം, അതുപോലെ തന്നെ കോൺഗ്രസിനോട് പറഞ്ഞ് കാര്യങ്ങൾ ആർഗ്യ ചെയ്ത് നേടിയെടുക്കുന്ന രീതി, അതൊക്കെ ഇന്ന് ഇപ്പോൾ വ്യത്യസ്തമായ പ്രശ്നങ്ങളായി. BJP ഭരിക്കുന്ന കാലം മനസ്സിലായി. അപ്പോൾ ലീഗ് പടിപടിയായി വന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും ഒക്കെ ഉള്ള നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഈ ഹിന്ദിയിലും ഉറുദുവിലും സംസാരിച്ച് അവിടെ പ്രഗത്ഭ പാർലമെന്റേറിയന്മാരാക്കി ഒരു കാലഘട്ടത്തിൽ ലീഗ് നേട്ടമുണ്ടാക്കി. പിൽക്കാലത്ത് ആമസായി വന്ന് ഗവൺമെന്റ് തന്നെ പാർട്ടിസിപ്പേഷനായി. അത് ഞങ്ങളൊരു സ്റ്റെപ്പ് ഒരു കാലത്തും പുറകോട്ട് പോയിട്ടില്ല. പിന്നെ സർക്കാരിൽ പ്രാതിനിധ്യമാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഓരോ വിഷയത്തിലും വേണ്ടി വന്നാൽ വ്യത്യസ്ത സ്റ്റാൻഡ് എടുക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ടല്ലോ. T മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പാർട്ടി പ്രധാന വിഷയങ്ങൾ, ഈ പൗരത്വത്തിൽ തന്നെ, അതുപോലെ തന്നെ സമ്പന്ന, അങ്ങനെ പല വിഷയങ്ങളിലും നല്ല പിന്നെ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഞാൻ പറയട്ടെ, എല്ലാ പാർട്ടികളും ഓരോരോ സ്റ്റാൻഡ് എടുത്തപ്പോൾ സബ്ജക്റ്റിന്റെ മെറിറ്റിൽ ലീഗ് കുറച്ച സ്റ്റാൻഡ് എടുത്ത സംഭവം വരെ കഴിഞ്ഞ പാർലമെന്റിൽ ഉണ്ടായി. അതുകൊണ്ട് ലീഗ് പ്രതിനിധികൾ നല്ല തഴക്കവും പഴക്കവും പ്രസംഗ പ്രാഗൽഭ്യവും ഉള്ളവർ തന്നെയാണ്. യും പാർലമെന്റിൽ ലോക്സഭയിൽ നന്നായി സംസാരിക്കും, അതുപോലെ പിന്നെ സമതാനികൻ സംസാരിക്കും. അവർക്ക് എല്ലാ ഭാഷാ പരിജ്ഞയും അതുപോലെ തന്നെ കാര്യങ്ങൾ അഭിപ്രായങ്ങളും കഴിവും തഴക്കവും പഴക്കവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ പുതിയ പരീക്ഷ നടത്താറുള്ളത്. ഈ നിർണായക ഘട്ടത്തിൽ അത്തരം ആളുകൾ വേണം. ഞങ്ങളുടെ നേരത്തെയുള്ള രീതി അതന്നെ, അതിപ്പോൾ തുടർന്നതാണ്. അവർ ഇന്നിപ്പോൾ കേരളത്തിൽ പോകുന്ന MP-മാരിലും ഇവർ രണ്ടുപേരും തലയെടുപ്പുള്ളവർ തന്നെ. അവർ പാർലമെന്റ് പൗരത്വ പ്രശ്നം വന്നു, അവർ പാർലമെന്റിൽ വേണം. അവരാണ് പാർലമെന്റിൽ വേണ്ടത്. അല്ലാതെ ഇടതുപക്ഷം അയക്കുന്ന യാതൊരു പരിചയവുമില്ലാത്ത, അതുപോലെ തന്നെ പുതുമുഖങ്ങളെ അസംബ്ലിക്ക് അയക്കാൻ പറ്റിയായിരിക്കും. പക്ഷെ അസംബ്ലിക്ക് അയക്കേണ്ട ആളുകളൊക്കെ പാർലമെന്റിൽ അയച്ചിട്ട് കാര്യമില്ല. പാർലമെന്റിൽ വേണ്ടത് ഇതുപോലെയുള്ള തഴക്കവും പഴക്കവും പ്രസംഗ വൈഭവവും ഭാഷാ പരിചയമൊക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സർവ്വാധികം നിർത്തിയത്.
ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും വടകരയിൽ കെ മുരളീധരൻ പ്രചരണം തുടങ്ങി. അതുപോലെ തൃശ്ശൂരിൽ പിന്നെ പ്രതാപനുണ്ട്. അതിനുശേഷം ഒരു സ്ഥാനാർത്ഥി മാറ്റം പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നു. എനിക്കൊന്നും വിരിഞ്ഞാൻ നോക്കുന്നു കോഴിക്കോട്ട് വെച്ച് ഈ പാലക്കാട് തങ്ങൾ തന്നെ പറഞ്ഞു, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണിത് ഇത്തവണത്തെ ഈ മാറ്റത്തിന് ശേഷം. എന്താണ് ഈ പുതിയ മാറ്റത്തിന് ശേഷം താങ്കൾക്ക് കിട്ടിയ ഒരു ഫീലിംഗ്, പ്രത്യേകിച്ച് വടകര, തൃശ്ശൂർ? അതല്ല, BJP എന്തുദ്ദേശിച്ചോ അതിന് നേരെ വിപരീത സംഭവിച്ചത്. സംഭവം എന്താന്ന് പറഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന പ്രയോഗം പോലെയായി. അവർ കോൺഗ്രസിന് ഒരു വ്യക്തിയെ കൊണ്ടുപോയി, ശ്രീ കെ കരുണാകരൻ്റെ മകളെ ഒരു വ്യക്തിയെ കൊണ്ടുപോയി. അതുണ്ടാക്കിയ പൊട്ടിത്തെറി UDFിന് വലിയ അനുകൂലമായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP തൃശ്ശൂർ ഒരു വലിയ അവതരണം നടത്തിയ ആ കാൻഡിഡേറ്റ് വാസ്തവത്തിൽ അപ്രസക്തമായി. അവിടെ മുരളീധരൻ, ഞാൻ വളരെ പ്രശ്നത്തിൽ പറഞ്ഞതുപോലെ പുലിയെ പിടിക്കാൻ അതിൻ്റെ മടയിൽ തന്നെ പോയി. അപ്പോൾ അതുപോലെ തന്നെ അവിടുന്ന് പാലക്കാട് നിന്ന് ശ്രീധരനെ തോൽപ്പിച്ച ഷാഫി പറമ്പിൽ BJPയുടെ അന്നത്തെ നിയമസഭാ പ്രവേശനത്തിന് ഏറ്റവും ഉറപ്പ് പറഞ്ഞ സീറ്റിൽ നിന്ന് വടകര വന്ന് നല്ല മത്സരം കാഴ്ചവെക്കുന്നു. അതിനെ തുടർന്ന് വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, സിറ്റിംഗ് MP മാർ, ടി മുഹമ്മദ് ബഷീർ, മമതാനി, അങ്ങനെ ഇപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കിയാൽ പ്രഗത്ഭരായ ഒന്നിനൊന്ന് മെച്ചായ ശശി തരൂർ, ഒന്നിനൊന്ന് മെച്ചായ സ്ഥാനാർത്ഥികളായിട്ട്. അപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ അഡ്വാൻറ്റേജ് ലീഗിനായി, UDFിനായി. അതാണ് ലീഗ് പ്രസിഡന്റ് തങ്ങൾ പിന്നെ അങ്ങനെ പറയാനുണ്ടായ കാരണം. സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ ഏതാണ്ട് പിന്നെ മുഴുവൻ സീറ്റും UDF ജയിക്കും എന്ന പ്രതീതി വന്നു എന്ന് പറയാൻ കാരണം അതാണ്. ഇപ്പം ഈ സീറ്റ് ചർച്ച നടക്കുന്ന സമയത്ത് മാധ്യമങ്ങളിലാണ് കൂടുതൽ വന്നത്, പക്ഷേ ലീഗ് നേതൃത്വത്തിനല്ല. 3ാം സീറ്റിൻ്റെ ചർച്ച ഒരുപാട് നടന്നു വന്നിരുന്നു. പക്ഷേ പതിവ് പോലെ ഒരു വിവാദങ്ങളിലേക്ക് കടക്കുകയോ ഒരു സമയാസമയം നോക്കി മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു വിലപേശൽ നടത്തി ഒരു സീറ്റ് കൂടി സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിനപ്പുറം ഒരു വിട്ടുവീഴ്ചയുടെ നിലപാട് ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയായിരിക്കും അതിനും ഒരു പിന്നണിയിൽ നിന്ന് നിയന്ത്രിച്ചിട്ടുണ്ടാകുക. ആ ഒരു തീരുമാനം സത്യത്തിൽ ഈ കണികളിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല UDFിൻ്റെ പൊതുകെട്ടുറപ്പിന് വേണ്ടി കിട്ടുമായിരുന്നു എന്ന് ഉറപ്പുള്ളൊരു സീറ്റ് കൂടി വേണ്ടെന്ന് വെച്ചതാണ്? രാജ്യം ആവശ്യപ്പെടുന്ന ചില സംഗതികളുണ്ട്. ഇപ്പോൾ പൗരത്വം, ഇപ്പോൾ സീറ്റുമ്പോൾ തർക്കിച്ച് കോൺഗ്രസും ലീഗും ഭിന്നിക്കേണ്ട സമയമാണ്, കണ്ടില്ല? അതുകൊണ്ട് പ്രായോഗികമായി ഞങ്ങളൊരു രാജ്യസഭാ സീറ്റ് അധികം വാങ്ങി ആ വിഷയം അവസാനിപ്പിച്ചു. നേരെ മറിച്ച് സീറ്റിന്റെ കാര്യത്തിൽ ജയപരാജയമൊന്നും നോക്കാതെ ലീഗ് പിടിച്ചു വാങ്ങി ഒരു അസ്വാരസ്യം ഉണ്ടാക്കിയിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ 20 സീറ്റും ജയിക്കും എന്ന് പറയുന്ന സാധ്യത പോയാൽ ആർക്കാ നഷ്ടം? സമൂഹത്തിനും അതുപോലെ തന്നെ മതേതരത്വത്തിനും ഒക്കെയാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. ഇപ്പോൾ പൗരത്വ നിയമം വന്നപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ട സ്ഥിതിയൊന്നുമില്ല. അതുകൊണ്ട് നിയമസഭയിലേക്കൊക്കെ സീറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ തർക്കിക്കാം. ഞാൻ നന്നായി തർക്കിച്ചുകൊണ്ട് ഒരുപാട് സീറ്റ് ലീഗിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വാങ്ങിയിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 10-15 സീറ്റിൽ നിന്ന് 20-21 ഒക്കെ ആയി വർദ്ധിക്കുകയും ചെയ്തപ്പോൾ കൂടുതൽ സീറ്റ് 25 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥിതിയുണ്ട്. ആ തർക്കം പാർലമെന്റിൽ അസ്വാരസ്യത്തിലേക്ക് പോവാതെ നോക്കി ഞങ്ങളൊരു രാജ്യസഭാ സീറ്റ് അധികം നേടി തവണ അവസാനിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ പൗരത്വ വിഷയമൊക്കെ വരുമ്പോൾ അത് ശരിയായിരുന്നു വന്നില്ലേ? പക്ഷേ ഈ സീറ്റ് വിഷയത്തിൽ തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ LDFിൻ്റെ കൺവീനർ ശ്രീ ജയരാജനുമൊക്കെ ലീഗിന് 3ാമത്തെ ഒരു സീറ്റിന് അർഹതയുണ്ട്, 3 അല്ല അതിനപ്പുറം അർഹതയുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ഇങ്ങനെ പരസ്യമായി പല ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അത് ഒരു CPMലേക്ക് ഒന്ന് അടർത്തിയെടുക്കാനൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ ഒരു അവരുടെ ഭാഗത്തുണ്ടായ ഒരു സമീപനം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അടർത്തിയെടുക്കുക എന്നുള്ളത് സീറ്റിന്റെ മുകളിൽ ആയിക്കൂടല്ലോ. അത് പിന്നെ എപ്പോഴും പ്രശ്നങ്ങളുടെ പേരിൽ ആവണല്ലോ. മതിയായ കാരണങ്ങളില്ലാതെ കൂടുതൽ സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് ആയാറാം ഗയാറാം കളിക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ ലീഗ്. അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞത് UDFിന്റെ നട്ടലായ ലീഗ് ഇപ്പുറം വരും
എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇവ കാര്യങ്ങൾ പറയുന്നത് അടർത്തിയെടുക്കാനാണ് എന്ന് കരുതേണ്ടതില്ല. ലീഗിന്റെ അർഹത എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് ലീഗ് രാജ്യത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ബേസിൽ വിട്ടുവീഴ്ച ചെയ്യുക, അതൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് തന്നെയാണ്. പക്ഷേ നിയമസഭാ അസംബ്ലിയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടുതൽ പിന്നെ സീറ്റുകൾ കിട്ടുന്നുണ്ട്, ഇനിയും കിട്ടും. അതെ. അപ്പം ഇന്ത്യ മുന്നണി തന്നെ വീണ്ടും നമ്മൾ വരികയാണെങ്കിൽ കേരളത്തിൽ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ മുന്നണിയിലെ ഘടകകക്ഷികൾ ചെയ്തു തിരിഞ്ഞ് ഒരു തർക്കം കാണുന്നത്. CPM, ഇടതുപക്ഷ മുന്നണി, ഇടതുപക്ഷ മുന്നണിയിലെ മുഴുവൻ പാർട്ടികളും ഡൽഹി ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെ, UDF അതുപോലെ തന്നെയാണ്. സത്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ആശയപരമായ ഒരു ഭിന്നത ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് മുന്നണിയും തമ്മിലത് ചുരുങ്ങി വന്നു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഒരു അതിൽ ഒറ്റ കാര്യമുള്ളൂ. CPM ഇടതുമുന്നണി ഇന്നൊരു പ്രാദേശിക പാർട്ടിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് അത്ര വലിയ സാന്നിധ്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. ഒന്ന്. രണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടിയാലല്ലേ BJPക്ക് യഥാർത്ഥ തട്ടാവുള്ളൂ. വലിയ പാർട്ടിയാണല്ലോ, ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രാദേശികമായി ഉള്ള വിഷയങ്ങളല്ല ഇപ്പോൾ വോട്ടർമാർ പരിഗണിക്കും. അതുകൊണ്ട് ഇപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റിനെ താഴെയിറക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം, UDFന് കൂടുതൽ സീറ്റ് കിട്ടണം എന്നാണ് കേരളത്തിലും പ്രസക്തിയുള്ള കാര്യം. പിന്നെ കേരളത്തിലെ പ്രശ്നമാണ് ശരി. ദേശീയ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എതിർത്ത പാർട്ടികളൊക്കെ അവിടെ വന്ന് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അതാണ്. പക്ഷെ കോൺഗ്രസിന് മതിയായ സീറ്റ് കിട്ടിയാലേ അവർ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് മതിയായ സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് പ്രയോറിറ്റി ഉള്ളൂ BJPയെ തോൽപ്പിക്കാൻ അവരെ ഏൽപ്പിച്ചാലും മതി എന്നുള്ളത്. കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടാണ് UDF കൂടുതൽ സീറ്റ് എപ്പോഴും ജയിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എപ്പോഴും UDFന് അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഇലക്ഷനാണ്. അതിന്റെ കാരണം ഈ കാര്യം ജനങ്ങൾ കണക്കിലെടുക്കുന്നതാണ്. ഇത് കോൺഗ്രസ് ജയിപ്പിക്കണം, കോൺഗ്രസ് മുന്നണി ഒപ്പം നിൽക്കുന്നത്. അതാണ് അതിന്റെ ഒരു രാഷ്ട്രീയം. കേരളത്തിൽ ഇപ്പോൾ തുടർച്ചയായി രണ്ടാം തവണയാണ് LDF അധികാരത്തിൽ വരുന്നത്. അതായത് 2 തവണ UDF പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിന് പൊതുവെ രാഷ്ട്രീയമായ വിമർശനം ദേശീയ രാഷ്ട്രീയത്തിലും ന്യൂനപക്ഷ വിഷയത്തിലൊക്കെ ശക്തമായി ഇടപെടുന്നുണ്ടെങ്കിലും കേരളത്തിലെ സർക്കാരിനെതിരെ UDF സമരം പോലും കോൺഗ്രസിൻ്റെ മാത്രം സമരമായി ചിലപ്പോഴെങ്കിലും മാറുന്നുണ്ടോ എന്നൊരു ആക്ഷേപം വരുന്നുണ്ട്. അങ്ങനെ ലീഗിന് തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ രീതിയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്, UDFന് അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പോൾ കേരളത്തിൽ വാസ്തവത്തിൽ പിന്നെ പ്രതിപക്ഷം നിറഞ്ഞു നിൽക്കുക. അപ്പോൾ അനുദിനം വരുന്ന മീഡിയാസൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു നോൺ പെർഫോമൻസിനെതിരെ ഒരു രംഗത്തും വേണ്ട പെർഫോമൻസ് ഇല്ല. അതിനെതിരായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾ തീർച്ചയായും ശക്തം തന്നെയാണ്, വളരെ ശക്തമാണ്. കോൺഗ്രസ് അതിൻ്റെതായ രീതിയിൽ നടത്തുന്നു, ലീഗ് അതിൻ്റെതായ രീതിയിൽ നടത്തുന്നു. അതല്ലേ ചോദിക്കും. അതെ, ചില സമരങ്ങളുടെ കാര്യത്തിൽ ഒരു ഐക്യപ്പെടൽ ഉണ്ടാവാറില്ല എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് കോൺഗ്രസ് ഒറ്റക്ക് നടത്തുന്ന സമരങ്ങളുണ്ട്, പിന്നെ ലീഗ് ഒറ്റക്ക് നടത്തുന്ന സമരങ്ങളുണ്ട്. കോൺഗ്രസ് ഊന്നുന്ന പ്രശ്നങ്ങളുണ്ട്, അതായത് കോൺഗ്രസിന്റെ ദേശീയ വീക്ഷണത്തിലുള്ളതായിരിക്കും. ലീഗ് ഊന്നുന്ന പ്രശ്നമുണ്ട്, അതിന്റെ ന്യൂനപക്ഷ പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ ഒക്കപ്പ് ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കടപ്പുറത്ത് പൗരത്വ വിഷയം വന്നപ്പോൾ കണ്ടു, പലസ്തീൻ വിഷയം വന്നപ്പോൾ കണ്ടു. അതുപോലെ തന്നെ പിന്നെ പൊതുവിഷയങ്ങളിലും ഞങ്ങൾ അതേപോലെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി രംഗത്തെടുത്തു. അപ്പോൾ പിന്നെ രണ്ട് കക്ഷികളും നടത്തുന്നത് കൂടാതെ UDF നടത്തുന്ന സമരങ്ങളുണ്ട്. അങ്ങനെയാണ്. LDFിന്റെ രീതി അല്ല ഞങ്ങളുടെ. LDFിൽ ഇപ്പോൾ ചില കക്ഷികൾ സമരങ്ങൾക്കായില്ലല്ലോ, കൊണ്ടുമില്ല, ശക്തി കുറവാണ് സമരം. ഇത് കോൺഗ്രസ് ശക്തമായ സംഘടനയാണ്, ലീഗ് ശക്തമായ സംഘടനയാണ്. രണ്ടിനും രണ്ടിൻ്റെതായ വ്യക്തിത്വവും അതുപോലെ തന്നെ രീതികളും, ആ രീതികളനുസരിച്ചാണ് കൊണ്ടുപോലെ ഞങ്ങൾ പ്രവർത്തിക്കാറുള്ളത്. അതേസമയം UDFിന്റെ പ്രക്ഷോഭത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പൗരത്വം, ഇന്നലെ പ്രതിപക്ഷ നേതാവ്
വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു. പൗരത്വ വിഷയത്തിൽ ഉറച്ച പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ന് മണ്ഡലാടിസ്ഥാനത്തിലൊക്കെ പ്രക്ഷോഭം നടത്തുക, അതുപോലെ തുടർ ദിവസങ്ങൾ എന്താ വേണ്ടി ഞങ്ങൾ ആലോചിക്കും. UDFിൻ്റെ ഒരു പ്രബല കക്ഷിയായിരുന്നു KM മാണിയുടെ കേരള കോൺഗ്രസ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരന്ന് UDF വിട്ടുപോയി. ഇപ്പം LDFിൻ്റെ ഭാഗമാണ്. ഈ കേരള കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു രാഷ്ട്രീയമായ നീക്കങ്ങൾ ലീഗിൻ്റെ ഭാഗത്തുനിന്നും UDFിൻ്റെ ഭാഗത്തുനിന്നും ഒരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അവർ തിരിച്ചു വരേണ്ട ഒരു പാർട്ടിയാണെന്ന് അഭിപ്രായമില്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അല്ല, പിന്നെ തിരിച്ചു വരേണ്ട പാർട്ടിയാണ് എന്നൊക്കെ അഭിപ്രായത്തിൽ അത് പിന്നെ യാതൊരു സംശയവുമില്ല. കേരള കോൺഗ്രസ് ഒറ്റ കേരള കോൺഗ്രസ്സായി ഇവിടെ ഉണ്ടാകുന്നതല്ലേ, അവരൊക്കെ യോജിച്ച് നിൽക്കുന്നതല്ലേ ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യം. പക്ഷെ മറ്റൊരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുക ആയതുകൊണ്ട് ഇനി അത് സംബന്ധിച്ച ഒരു കാര്യം പറയേണ്ടത് അവരാണ്. നമ്മൾ പോയി നിങ്ങൾ അവിടെ വിട്ടിട്ട് വരണം എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അങ്ങനെ വേണ്ട, അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് മറ്റൊരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയുടെ പിന്നാലെ പോയി നിങ്ങൾ അതോടെ വിട്ടുവരണം എന്ന് പറയാൻ ഞങ്ങൾ മുതിർന്നിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയമായ ഒരവസ്ഥ വരുമ്പോൾ തീർച്ചയായും ആ കാര്യം നോക്കും. ഏതെങ്കിലും രീതിയിൽ ജോസ് കെ മാണിയായിട്ട് അങ്ങനെ ഒരു അതിനുശേഷം മുന്നണി വിട്ട ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായല്ലോ ഒരു മുന്നണി മാറിയിട്ട്, പിന്നീട് എന്തെങ്കിലും ഒരു സംഭാഷണം ജോസ് കെ മാണിക്ക് എപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പൊ നാളെ മാണിസാറിന്റെ പുസ്തകം അതേപോലെ ശ്രീ ഉണ്ണികൃഷ്ണന്റെ പുസ്തകം പോലെ പിന്നെ നിങ്ങൾ എഴുതിയ പുസ്തകം പോലെ പിന്നെ കെ മാണിയുടെ പുസ്തകം വന്നു. നമ്മൾ ഒരുപാട് ചരിത്രത്തിൽ ഒന്നിച്ചുണ്ടായ ആളുകളല്ലേ. അപ്പോൾ ജോസ് കെ മാണി എന്നെ വിളിച്ചു, മുഖ്യമന്ത്രി പ്രകാശ് നേതാ ചടങ്ങിലുണ്ടായിരുന്നു. ഞങ്ങൾ നിരന്തരം സ്നേഹബന്ധങ്ങളുണ്ട്, അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല, വരൂല്ല. കാരണം ദീർഘകാലത്തെ കുടുംബ ബന്ധം പോലെയില്ല, അതിലൊന്നും മാറ്റം വരില്ല. രാഷ്ട്രീയം മാറും, അന്ന് വിചാരിച്ച് വ്യക്തിബന്ധങ്ങളൊന്നും മാറില്ല. പക്ഷേ മുന്നണി ഏത് വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം, അതിലൊന്നും ഇടപെടില്ല. സമസ്തയുമായിട്ട് ഇടക്കാലത്ത് ചെറിയൊരു പ്രശ്നങ്ങൾ, അതിൻ്റെ അകത്തുനിന്ന് വന്ന ചില അഭിപ്രായങ്ങളൊക്കെ അത് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ ബാധിക്കുന്ന ചില വിഷയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പക്കത്തെത്തി നിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ UDFിനെ പ്രത്യേകിച്ച് ലീഗിനെ സമസ്തയുമായി പ്രശ്നങ്ങളുണ്ട് എന്ന് സത്യത്തിൽ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. സമസ്തയായിട്ട് യാതൊരു പ്രശ്നവും ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുകയും പേര് പങ്കിടുകയും അതുപോലെ തന്നെ കൂടണ്ടോട്ട് കൊടുക്കുകയും അതേ രീതിയിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. സമസ്തയുടെ പ്രസിഡന്റും അത് പറയുന്നുണ്ട്, നമുക്ക് രാഷ്ട്രീയമില്ല, അങ്ങനെയല്ല. അവരെല്ലാ കാലത്തും ഒരേ നയം തന്നെയാണ് അവരെടുക്കുന്നത്. പിന്നെ അതേപോലെ സമസ്തയിൽ ഉള്ള ആളുകൾ ചിലപ്പോൾ പിന്നെ അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ടാവും ആരെങ്കിലും എന്ന് വിചാരിച്ച് അത് സമസ്തയല്ല. അത് സമസ്തയല്ല. സമസ്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെയാണ്, നമുക്ക് സമസ്തയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ കുറേ മഹലും പള്ളിയും അതിൻ്റെ ആളുകളും ഒക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അറിയാം സമസ്തയിലൊന്നും യാതൊരു ലീഗ് വിരുദ്ധതയും ഇല്ല. അത് കുറെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. വ്യക്തികൾക്ക് ഉണ്ടാവാം, ചില വ്യക്തികൾ ഇപ്പോൾ പിന്നെ സമസ്തയിലുള്ളവർ ലീഗ് വിരുദ്ധരാവാം. അത് ഇപ്പോഴും തുടങ്ങിയ സംഗതിയൊന്നുമില്ല, എല്ലാ കാലത്തും. പിന്നെ തങ്ങന്മാരാണ് പ്രധാനമായിട്ടും ഈ രണ്ട് സംഘടനകളിലും നേതൃത്വം കൊടുക്കുന്നത്. പ്രസിഡന്റ് പങ്കെടുത്തുള്ള തങ്ങളല്ല, പിന്നെ അമീദ് അലി തങ്ങളാണ്. അപ്പോൾ അങ്ങനെ നേതൃത്വപരമായ പങ്ക് വഹിച്ച് സമസ്തയുടെ സ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ലീഗിൻ്റെ സ്ഥാനത്തിരിക്കുന്ന അതിൻ്റെ ഉന്നത നേതാക്കളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അഭിപ്രായ വ്യത്യാസം വരിക എന്നുള്ളത് സാധ്യമല്ല. കാലങ്ങനെ മാറി മാറി പോകുമ്പോൾ പല രാഷ്ട്രീയമുള്ളവരൊക്കെ എല്ലാ സാമൂഹിക സാംസ്കാരിക മതസംഘടനകളിലൊക്കെ ഉണ്ടാവുമല്ലോ. അത് നോക്കണ്ട, സമസ്തയും ലീഗുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഈ കേരളത്തിലിപ്പം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ LDF സർക്കാരിൻ്റെ പ്രവർത്തനം താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഒരുപാട് ആരോപണങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. കഴിഞ്ഞ ദിവസം വെറ്ററിനറി കോളേജിലൊരു വിദ്യാർത്ഥിയുടെ മരണം, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ അതോടൊപ്പം തന്നെ അഴിമതി, UDF ഉന്നയിക്കുന്ന അഴിമതി പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ നോക്കുന്നത്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
ഒന്നും പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഉദാഹരണമായിട്ട് പിന്നെ ഈ വന്യജീവി പ്രശ്നം അനുദിനം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു. മിനിമം മനുഷ്യൻ്റെ ജീവനൊരു പ്രൊട്ടക്ഷൻ കിട്ടണം. ആ പ്രശ്നമുണ്ട്, പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. പിന്നെ അക്രമങ്ങൾ, ഇപ്പോൾ വെറ്റിനറി കോളേജിലെ അത് മനുഷ്യത്വം മരവിപ്പിച്ച സംഭവം, മനുഷ്യൻ്റെ ഹൃദയം മരവിച്ച ഒരു സംഭവം എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിന്നെ ആകെ സ്തബ്ധരായി പോകും. അങ്ങനത്തെ ഒരു സംഭവമല്ലേ. ഇത്തരം സംഭവങ്ങളൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ ഗവൺമെൻറ്റോട് വിഷയം. അത് ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാര സമ്പന്നമായ ഒരു സ്റ്റേറ്റിന് സമൂഹത്തിന് അതൊട്ടും ഭൂഷണമല്ല. നിരന്തരം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ, കുറേ ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങളിൽ വസ്തുണ്ടോ ഇല്ലേ എന്നുള്ളത് അല്ല പ്രശ്നം. ഇത്തരം ആരോപണങ്ങളെ ഒഴിവാക്കാൻ ഗവൺമെൻറ്റിന് കഴിയണ്ടേ? അത് കഴിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ പെർഫോമൻസ്, വികസന പ്രവർത്തന രംഗത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അടുത്തൊന്നും ഇപ്പോഴത്തെ രണ്ടാം പിണറായി ഗവൺമെൻറ് വരില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റൊക്കെ അതിവേഗം ബഹുദൂരം പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാപ്പോൾ LDF ഗവൺമെൻറ് ചെയ്ത ഒരു മേജർ പ്രോജക്റ്റ് ആകെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ നാഷണൽ ഹൈവേ. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് കേരള ഗവൺമെൻറ് കുറച്ച് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് കാണിക്കാം എന്നല്ലാതെ അതിൽ തന്നെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പരിഹരിക്കാതെ അത് പറയാം എന്നല്ലാതെ മേജർ പ്രോജക്റ്റുകൾ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് UDF-ലെ കുത്തിനിർമ്മാണത്തോളം അങ്ങനെ നോക്കി എത്ര പ്രോജക്റ്റ് കിട്ടുന്ന പോർട്ടുള്ളത്, ഇപ്പോൾ പോർട്ട് പാർട്ടി എല്ലാം UDF-ൻ്റെ കാലത്തല്ലേ വന്നത്. മെട്രോ, റെയിലും അതുപോലെ പലതും അങ്ങനെയല്ലേ വന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഇത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചിട്ടും കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റാൻ കിട്ടിയ അവസരം, വലിയ അവസരം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭരണത്തിൽ കണ്ടിന്യൂറ്റി വേണമെന്നാണ് ഞങ്ങളൊക്കെ കൊണ്ടുവന്നത്. നല്ല കാര്യങ്ങൾ ഒരു ഗവൺമെൻറ് കഴിയുമ്പോൾ മറ്റേ ഗവൺമെൻറ് ഒന്നും അതൊന്നും ഇല്ലാതെ അവർക്ക് അവസരം കിട്ടിയിട്ട് നേട്ടങ്ങൾക്ക് പകരം ഇന്ന് ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോട്ടം മക്കളെ. അതുകൊണ്ട് കോട്ടും വൈകല്യങ്ങളും അക്രമവും അതുപോലെ ബാക്കി കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ മിനിമം ആളുകളുടെ പ്രശ്നങ്ങൾ നേരത്തെ സുഗമമായി നടന്നുകൊണ്ടിരുന്ന റേഷൻ, സിവിൽ സപ്ലൈസ് സ്റ്റോറുകളിലെ സാധന ലഭ്യത, പെൻഷനും കിറ്റും ഒക്കെ അവർ കൂടുതൽ പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിപ്പോയി. ഈ സാമ്പത്തിക അവസ്ഥ, ഇപ്പോൾ കേരളം അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കേന്ദ്രവുമായിട്ട് പല ഡിസ്കഷൻ നടത്തി ഒടുവിൽ സുപ്രീം കോടതി വരെ പോയിട്ടാണ് അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയത്. അത്തരം വിഷയത്തിലെങ്കിലും കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രത്തിൽ നിന്നൊരു സഹായം ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു സഹകരണം വേണ്ടത്ര ലഭിച്ചില്ല. പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് കണ്ടത് എന്നാണ് മുഖ്യമന്ത്രിയും അതുപോലെ ധനമന്ത്രി ബാലഗോപാലൊക്കെ പറഞ്ഞത്. സത്യത്തിൽ അതിനൊരു അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ലീഗിൻ്റെ ഒരു സ്റ്റാൻഡ് പറയും. ഗവർണർ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ്, ഗവർണറുടെ ഞങ്ങളൊന്നുമില്ലല്ലോ. ഇതൊന്നും ഗവർണർ ചെയ്യുന്നത് ശരിയല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ട് ഇവിടെ. അത് പറയുന്ന മാതിരി പ്രവർത്തിക്കാനുള്ള അധികാരി ഈ ഗവർണർക്കുള്ളൂ എന്നുള്ള സ്റ്റാൻഡ് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. അതുപോലെ പാർട്ടി പുറത്ത് പറഞ്ഞു. പാർട്ടി തങ്ങളധ്യക്ഷതയിൽ കൂടി ഞങ്ങളത് വ്യക്തമായി ക്ലാരിഫൈ ചെയ്തു. ഈ കാര്യത്തിൽ ഞങ്ങൾ ഗവർണർ കൂടെ അല്ല. അതുപോലെ കേന്ദ്രത്തിൻ്റെ സഹായം കേരളം അവഗണിക്കപ്പെടുന്ന സ്ഥിതിയാവാൻ പാടില്ല. കേന്ദ്രം പണം കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ ഉറച്ച സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾ കുറയും ചെയ്യും. പക്ഷെ യോജിച്ച പക്ഷം അവർ പറയുന്ന എപ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ. അത് രാഷ്ട്രീയ ഉദ്ദേശമായിരുന്നു, അല്ലാതെ പൈസ കിട്ടണം എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല. പണം കിട്ടണം എന്നുള്ള ഉദ്ദേശമായിരുന്നെങ്കിൽ കേന്ദ്ര സഹായത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് അതിൻ്റെതായ രീതിയിൽ നേരത്തെ നോക്കുമായിരുന്നു. അതുണ്ടായില്ല. അപ്പോൾ പിന്നെ UDF പല ആരോപണങ്ങളുണ്ട്. MP-മാരെ യോഗം പോലും നേരം വണ്ണം വിളിച്ചില്ല എന്നൊക്കെ തുടങ്ങി ഒരുപാട് ആരോപണമുണ്ട്. ഓൾ പാർട്ടി മീറ്റിംഗ് പോലും നേരത്തെ വിളിക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിയമസഭയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഞങ്ങൾ വിളിക്കും. അത് വിളിച്ചൊന്ന് വരുത്തി പിന്നെ അതെന്നെ വിളിക്കുന്ന അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സമരത്ത് പങ്കെടുക്കാൻ. അതൊക്കെ പ്രതിപക്ഷം പോകും. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് കേരളത്തിന് വേണ്ടി വാദിച്ചു.
അവരവർ വേറെയും ബാധിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ കേരളത്തിന് അതിൻ്റെതായ അവകാശം കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളൊരു ട്വീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സാമ്പത്തിക പ്രതിസന്ധി അത് കേന്ദ്രം കൊടുക്കാത്തതൊരു കാരണം, ഇവിടുത്തെ മാനേജ്മെന്റ് വേറെ കാരണം. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഈ മിസ്മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഒരു BJP ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി കേരളത്തിൽ രൂപപ്പെടുമ്പോൾ അതോടൊപ്പം നിൽക്കാൻ ഇപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ ഒരു യോജിച്ച പ്രക്ഷോഭത്തിന് പോകുമായിരുന്നു. അപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിന്റെ താല്പര്യം UDF പരിഗണിച്ചതാണോ? ഞാനല്ല, ഭരിക്കുന്ന ഗവൺമെന്റിന് ആണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞത് ഉന്നയിക്കേണ്ട ഒരു ഘട്ടത്തിൽ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അവർ കേസിന് വേണ്ടി ഒന്നില്ല, അവർ പോയിട്ടും സമരം ചെയ്തിട്ടും വല്ല ഗുണമുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. സുപ്രീം കോടതി പോയപ്പോഴാണ് ചെറിയ വ്യത്യാസം. അത് അവർക്ക് നേരത്തെ ചെയ്യാൻ കഴിയും. എന്നാൽ ഒരു മിസ്മാനേജ്മെന്റ് ഞങ്ങൾ പറയാൻ കാരണം വെച്ചാൽ മാച്ചിങ് ഗ്രാന്റ് വാങ്ങുന്ന കാര്യത്തിൽ പോലും ചെയ്യില്ല. കേന്ദ്രം എടുത്തു വെച്ചിരിക്കുന്ന കാശ് അതിന്റെ മാച്ചിങ് ഗ്രാന്റ് കൊടുത്താൽ കൊണ്ട് എടുക്കാവുന്നതേ അവകാശമായ അവരെ സൗജന്യമില്ലാതെ നമുക്ക് അതുപോലും ചെയ്യാനാണ് വേണ്ടി ചെയ്യുന്നതൊക്കെ നമുക്ക് അനുവദിക്കാൻ കഴിയില്ലല്ലോ. ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാം, പക്ഷേ കൂടെ നിൽക്കേണ്ട സമയത്തും അതിന്റെ പുറത്തുലേ പറ്റും. അതാണ് അതിന്റെ ഇത്. അവർ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരത്തിന്റെ വേദി ഒരുക്കി വിട്ടു വന്നോളൂ പറഞ്ഞാൽ അത് നടക്കില്ല. നേരെ മറിച്ച് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് നമ്മൾ ഓൾ പാർട്ടി ആയിട്ട് പോയി അവിടെ അപ്പോയിൻമെന്റ് വാങ്ങി അങ്ങനൊക്കെ അല്ലേ. ആ നീക്കം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ പിന്നെ ജന്തർ മന്ദർ സമരം നടന്നു. അപ്പം അന്ന് രാവിലെ കേരള ഹൗസിൽ മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ ഉറ്റുനോക്കുന്നതായിരുന്നു. മുഖ്യമന്ത്രി പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ PV അബ്ദുൾ വഹാബ് MP നമ്മുടെ CM വന്ന് കണ്ടു, മീഡിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമർത്ഥമായ ഒരു വേണ്ടെടുത്ത് അകലം പാലിക്കുകയും അതേസമയം തന്നെ ഒരു അടുപ്പം വിടാതിരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നയതന്ത്രമാണോ ഈ നീക്കങ്ങളിലൊക്കെ എന്ന് ചിലപ്പോഴൊക്കെ ഒരു ആരോപണം വരാറുണ്ട് UDF പൊളിറ്റിക്സിൽ പോലും. അതിൽ എത്രത്തോളം ശരിയുണ്ട്? എങ്ങനെയാണ് അതിന്? അതിലൊന്നും യാതൊരു ശരിയില്ല. കാരണം കേരള ഹൗസിൽ എങ്ങനെ പരസ്പരം കാണാതിരിക്കാം? അടുത്തടുത്ത റൂമിലുണ്ടാകുമ്പോൾ കണ്ടാലോ അറിയില്ല. അതിൽ കാര്യമൊന്നുമില്ല. MP എപ്പോഴും കേരള ഹൗസിൽ ഭക്ഷണം കഴിക്കാനും പല കാര്യങ്ങൾക്ക് പോയിട്ട് വരില്ല. അപ്പോൾ പിന്നെ കണ്ടു, അതൊക്കെ ക്യാഷ് ഞാൻ രാഷ്ട്രീയ ചർച്ചയൊന്നും PV നടത്തിയിട്ടില്ല. നടത്തിയ ഞങ്ങളറിയില്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോ പിന്നെ മുഖ്യമന്ത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലുണ്ടെങ്കിൽ അടുത്ത റൂമിലുണ്ടെന്ന് പറഞ്ഞാൽ പോയി കണ്ടുവരില്ല. അങ്ങനത്തെ അസ്പൃശ്യതയും അതുപോലെ തന്നെ അകലം പാലിക്കലൊന്നും കേരളത്തിലില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ രീതിയല്ലാതെ ഞങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാറുണ്ട്. അപ്പം അദ്ദേഹം വിളിക്കുന്ന നോമ്പുകളാണ് അതുപോലുള്ള പരിപാടികൾ ഒക്കെ ഞങ്ങൾ ഒന്നെടുക്കുന്നില്ല. ഞങ്ങളുടെ ഒരു രീതി അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ നല്ല രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തും, പക്ഷേ ഞങ്ങളുടെ വാക്കുകൾക്ക് എപ്പോഴും ഒരു മാന്യത ഞങ്ങൾ കൽപ്പിക്കും. മാന്യതയില്ലാത്ത വാക്കുകളൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല. മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞ അർത്ഥാട്ടം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റൈല് തങ്ങന്മാരൊക്കെ നേരിട്ട് നൽകുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ രീതി. പൊളിറ്റിക്കലായിട്ട് ഞങ്ങൾ യാതൊരു കോംപ്രമൈസും ചെയ്യില്ല. ഞങ്ങൾ നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി ഇപ്പോൾ സീറ്റിന്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ ഒട്ടുവീഴ്ച ചെയ്തു വരുന്നത് നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കും. ഈ മാന്യതയുടെ വാക്കുകളും അതിൻ്റെ ഒരു തലവും പറഞ്ഞത് അത് ഏറെക്കുറെ എപ്പോഴും ലീഗിൻ്റെ വാക്കൊന്നും അങ്ങനെ ഉണ്ടാവാറ്. പക്ഷെ അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോഴെടുത്ത് പറയുമ്പോൾ അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും ഒരു രീതി അടുത്ത കാലത്ത് UDF തന്നെ ചില നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഇത് ഞങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുന്നുള്ളത് പറയേണ്ട അവകാശം എനിക്കുണ്ടല്ലോ. അതിന്റെ അർത്ഥം വേറെ ആരെങ്കിലും മാന്യതയില്ലാതെ സംസാരിക്കുന്നു അല്ലാതെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശൈലി കൊണ്ടുവന്ന് കൂട്ടിയാൽ മതി. ഈ വിവാദങ്ങളില്ലാതെ വളരെ സമർത്ഥമായി രാഷ്ട്രീയത്തിൽ ലീഗിന്റെ സ്വാധീനം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയുകയും ലീഗിന്റെ ഇടപെടൽ എത്രത്തോളം വരെ പോവാം, എത്രത്തോളം വരെ ആവാം എന്ന് മനസ്സിലാക്കി ആ സമയത്ത് ഒരു അവസാനിപ്പിക്കുകയും എന്നാൽ ശക്തമായി ഇതിനെ ലൈംഗിക രാഷ്ട്രീയത്തെ ചലിപ്പിച്ചു കൊണ്ടുവരാൻ താങ്കളുടെ ഈ ഒരു മാനേജ്മെന്റ് സാമർഥ്യമുള്ള രാഷ്ട്രീയത്തിൽ അതേസമയം പറഞ്ഞൊരു വിവാദത്തിലേക്കൊന്നും ഇവിടെയും കടന്നു ചെല്ലാറുണ്ട്. അതെങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത്? അത് സിയാബ്ദങ്ങളുടെ ഒപ്പം പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത് വന്ന ഒരാളാണ്.
തങ്ങൾ പാർട്ടിയുടെ പ്രസിഡന്റായി അധികകാലം കഴിയുന്നതിന് മുമ്പാണ് തങ്ങൾ എന്നെ പിന്നെ ഫ്രഷായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ പോയത് മുഴുവൻ തങ്ങളുടെ കൂടെ. അപ്പോൾ പോയ പതിറ്റാണ്ടുകളിൽ ഞാൻ കണ്ട് ശീലിച്ചതും അറിഞ്ഞ് ശീലിച്ചതും ഒക്കെ അതുപോലുള്ള നേതാക്കളിൽ നിന്നാണ്. സ്പീച്ചുണ്ടായിരുന്നു കുറച്ചു കാലം, അതുപോലെയുള്ള നേതാക്കളിൽ നിന്നാണ്. അപ്പോൾ ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും അങ്ങനെ തന്നെ ആയിരുന്നു, പ്രത്യേകിച്ച് തങ്ങന്മാരൊക്കെ. അവരിൽ നിന്ന് കിട്ടിയ ഒരു രീതി അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച ഒരു രീതി എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈയിടെ വിവാദമായ ഒരു കേരള രാഷ്ട്രീയത്തിൽ നിലനിന്ന് നിൽക്കുകയാണ് ഒരു അഴിമതി വിവാദം. അതുപോലെ വസ്തുത എന്താണെന്ന് നമുക്കറിയില്ല. അതിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ വിഷയം പുറത്തു വന്നപ്പോൾ, അതിൻ്റെ ചില വിവരങ്ങൾ പുറത്തു വന്നപ്പം താങ്കളുടെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമായത് ഓർക്കുകയാണ്. ഞാൻ പൈസ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പം എന്താണ് അതിന്റെ സത്യാവസ്ഥ? അത് വളരെ ഞാൻ പറയുമ്പോൾ സത്യം പറയാമോ, അങ്ങനെ ഒരു ആരോപണം എന്നെ പറ്റി ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. മാത്രമല്ല അതുപോലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു അഴിമതി ആരോപണം മറ്റു പലർക്കും വന്നതാണ്. അഴിമതി ആരോപണം എനിക്കെതിരെ വന്നിട്ടില്ല, കേസും വന്നിട്ടില്ല, അത് സംബോധനയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീൽ നടത്താനും ഒരു കമ്മീഷൻ ഏർപ്പാട് ചെയ്താൽ അതിനൊന്നും എൻ്റെ അപ്രോച്ച്, എൻ്റെ കൾച്ചറും എൻ്റെ രീതികളും എൻ്റെ കുടുംബ പശ്ചാത്തലമൊന്നും എന്നെ സംഭവിക്കുക. പക്ഷെ അതേ അവസരം പാർട്ടിക്ക് വേണ്ടി ഞാൻ പിന്നെ ക്യാമ്പയിൻ നടത്താറുണ്ട്, ഫണ്ട് ശേഖരിക്കാറുണ്ട്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കൈകൊണ്ട് ഈ കാലം വരെ ഫണ്ട് പൈസയൊന്നും വാങ്ങിയിട്ടില്ല, എനിക്ക് വേണ്ടിയും വാങ്ങിയിട്ടില്ല, പാർട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടാവും. വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ടി രസീതും കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി വാങ്ങിയത് അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിയത് ആരെങ്കിലും പറഞ്ഞാൽ അവർ രസീത് കൊണ്ടുവരണം. അല്ലാതെ വായോണ്ട് പറഞ്ഞാൽ നാളെ നിങ്ങൾ പോയിട്ട് ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് പൈസ നിങ്ങളാണ് പോയി നിങ്ങളെ ഡയറിയിൽ എഴുതി വെച്ചാൽ, ഗ്രൂപ്പ് എഴുതി വെച്ചാൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പാർട്ടി വാങ്ങിയിട്ടുണ്ട്, ഈ പാർട്ടി രസീത് കൊടുത്തു. ഞങ്ങളിപ്പോൾ ഡിജിറ്റലായിട്ടാണ് ഫണ്ട് ശേഖരണം നടത്തുന്നത്, അത് സുതാര്യമാണ്. ഇതേപോലെയാണ് ഞങ്ങളുടെ രീതി. ഫണ്ടും ഞങ്ങൾ ഫണ്ട് ശേഖരണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ചന്ദ്രഗിരിയുടെ പ്രസിദ്ധീകരിക്കും, പറയും, അങ്ങനെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അവിടെ ആരെങ്കിലും കയറി ലീഗിന് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും സമ്മതിക്കാൻ പറ്റില്ല, ഒരു രസീത് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ഞങ്ങൾ ഈ കാലം വരെ ഈ രീതിയിലുള്ള ഒരു അണ്ടർഹാൻഡ് ഫണ്ട് വാങ്ങുന്ന രീതി ഞങ്ങൾക്കില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഇലക്ഷൻ വരാൻ ഞങ്ങളുടെ ആളുകൾ അവിടെ പൈസ ഉള്ളവരും അവിടെ ചെല്ലണം. ഞങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങളാർക്കും ശമ്പളം കൊടുക്കുന്നില്ല. വേറെ ദിവസ പാർട്ടികളിലൊക്കെ അങ്ങനെ കേൾക്കാം. ഒരാൾക്കും ശമ്പളം കൊടുക്കില്ല പാർട്ടിയിൽ. ജീവനക്കാർക്ക് വല്ല ഓഫീസിലും കൊടുക്കുക എന്നല്ലാതെ പാർട്ടി പ്രവർത്തനം ശമ്പളമോ പറ്റയോ ഇന്നോ ഇതുപോലെ യാതൊരു ഏർപ്പാട് ഞങ്ങൾക്ക് അവർ കയ്യിൽ നിർത്തി ചെലവാക്കി പോകലാണ്. പിന്നെ മാത്രമല്ല ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യുക, അതിനുവേണ്ടി നടത്താനല്ലാതെ ഫണ്ട് ശേഖരണം നടത്താൻ ചാരിറ്റിക്കും മറ്റേലും ആഹ്വാനം ചെയ്യുകയും പ്രയത്നിക്കും. അതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് ചിന്തിച്ച ഉറച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും പൈസ വാങ്ങൂലാന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ വന്നൊരു കാര്യത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യം ചെയ്തു അവരുടെ ഗുഡ്വില്ലും ഈ വക കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പിൽക്കാലങ്ങളിൽ സപ്പോർട്ടുണ്ട്. തവണ ഡിജിറ്റൽ ഫണ്ട് ശേഖരണം നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് വലിയ സംഖ്യ അതിലൊക്കെ ഫണ്ട് ഞങ്ങൾ സഹായിച്ചവരുണ്ടാവാം. ഇത്രയൊക്കെ അല്ലാതെ അതിൻ്റെ അപ്പുറം പോകുന്ന രീതി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എന്താ വ്യവസായികൾ ഇല്ലേക്കാണ്, ഞങ്ങൾ ബോണ്ടൊന്നും വാങ്ങിയില്ല. സുപ്രീം കോടതി പരിശോധിക്കുകയാണ്, ഞങ്ങളുടെ ഒരു ബോണ്ടും ഉണ്ടാവില്ല. അതൊന്നും വാങ്ങുന്ന ഞാൻ വ്യവസായ മന്ത്രി ആയിരുന്നു 15 കൊല്ലം. എനിക്കെന്താ കോണ്ടാക്ട് ചെയ്തു, വേണമെങ്കിൽ ബോണ്ട് വാങ്ങായിരുന്നു ലീഗിൻ്റെ വേണ്ടി ഞങ്ങൾ വാങ്ങിയില്ല. ഫണ്ട് സേവനത്തിൻ്റെ കാര്യത്തിൽ ലീഗ് വളരെ സുതാര്യമാണ് എന്ന് ഞാൻ പറയാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞല്ലോ, ആ ഡയറിയിൽ ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ചിട്ട് ഞാൻ പോയിട്ട് ഇപ്പൊ പേര് എഴുതി വെച്ചാൽ അതാവില്ല, അതേപോലെ തന്നെ ഒരു കുറിപ്പായിട്ട് അതിനെ കാണുന്നുള്ളൂ. അല്ല, അല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടാവില്ല. ഒരു ടെലിഫോൺ കോളെങ്കിലും കാണിക്കേണ്ടി വരും, ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ രീതിയില്ല. താങ്കൾ പിന്നെ കേരള നിയമസഭയിൽ 82-ാണ് ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം 3 തവണ വ്യവസായ മന്ത്രി. എനിക്ക് തോന്നുന്നു ശ്രീ കെ കരുണാകരൻ, എ കെ ആന്റണി, പിന്നെ
ഉമ്മൻചാണ്ടി സാർ 3 പേരുടെ കൂടെ മുഖ്യമന്ത്രിമാരുണ്ട്. പ്രതിപക്ഷ നേതൃത്വം അതേ കാലത്ത് നായനാരും PS ഒക്കെ ഉണ്ട്. ഈ ഒരു നിയമസഭാ പാരമ്പര്യത്തിനിടയിൽ അതായത് 10-40 വർഷത്തിനിടയിൽ ഒരുപാട് പ്രമുഖരോടൊപ്പം അസംബ്ലിയിലും നിയമസഭയിലും പ്രവർത്തിച്ചു. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം അങ്ങ് ഒരു മുതിർന്ന പാർലമെൻറ്റേറിയൻ നിയമസഭയിലുള്ള ഒരു അംഗമെന്ന നിലയ്ക്ക് എങ്ങനെ നോക്കിക്കാണുന്നു? ഫലപ്രദമായിട്ട് ഇത് തോന്നുന്നുണ്ടോ? കാലഘട്ടത്തിൽ ചോദിച്ച സമർത്ഥനായ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലക്ക് ഞാൻ നോക്കിക്കാണുന്നത്. അല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തെ കയറി കരുണാകരനോടോ അല്ലെങ്കിൽ പിന്നെ ആന്റണിയോടോ ഉമ്മൻചാണ്ടിയോടോ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതി മനസ്സിലായില്ല. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം നല്ല പ്രഗത്ഭനായ വക്കീലാണ്, കാര്യങ്ങൾ പഠിക്കും, ഒന്ന് അവതരിപ്പിക്കും. അതുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മോശമാണെന്നുള്ള അഭിപ്രായം ഒരിക്കലും പറയാൻ കഴിയില്ല. മറ്റ് ഉയർന്ന ലീഡേഴ്സിൻ്റെ രീതി അത് അവരുടെ സാന്നിധ്യം വേറെ. അതെ, ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു അതിൽ UDF ഒരുപക്ഷെ ലീഗിനതിൽ യാതൊരു പങ്കും ഉണ്ടാവില്ല. കോൺഗ്രസിൻ്റെ പാർട്ടി തീരുമാനമാണ് പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ പരീക്ഷിക്കുക എന്നുള്ളത്. സത്യത്തിൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗുണം ചെയ്തോ അല്ല ഏതെങ്കിലും രീതിയിൽ ആ തീരുമാനം കോൺഗ്രസിനൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കരുതേണ്ടതില്ല. തൽക്കാലം പിന്നെ ഒരു മാറ്റം, ഒരാൾക്കൊരു ഡ്യൂട്ടി കൊടുക്കുന്നു, തിരിച്ചത് ഇങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പിന്നെ മാറ്റങ്ങൾ പാർട്ടികൾ വരുത്തുമല്ലോ. ഇതേപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഉള്ള നിലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യല്. ഇന്ത്യ മുന്നണിയുടെ മഹാരാഷ്ട്രയുടെ ചുമതല കൂടുതൽ ഉത്തരവാദിത്വം കൂടുകയാണല്ലോ, പാർട്ടിയുടെ പ്രാധാന്യം കൂടുകയാണല്ലോ. അങ്ങനെയല്ല, എന്നുവെച്ചാൽ എല്ലാവരും ഒരുമിച്ച് തന്നെയാണല്ലോ. അദ്ദേഹവും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അസംബ്ലിയിലും നിറഞ്ഞ സാന്നിധ്യമുണ്ട്. അതൊന്നും വലിയൊരു കോൺഫ്ലിക്റ്റ് ഇല്ല, തോന്നിയില്ല. മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും അങ്ങയോട് ഒരു അനവസരത്തിൽ അനാവശ്യമായി ഒരു വേട്ടയാടിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്? പണ്ടുണ്ടായിരുന്നു. കിട്ടിയ ചാൻസ് മാധ്യമങ്ങൾ വിടുമല്ലോ. കിട്ടിയപ്പോൾ എന്നെ നന്നായി വേട്ടാടിയിട്ടുണ്ട്. ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു വേട്ടാടിയ കൂട്ടത്തിൽ പിന്നെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ. പക്ഷെ എനിക്ക് ഒരിക്കലും അവരോട് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ സ്വാഭാവികം, ചാൻസ് കിട്ടിയാൽ അവർ വിടൂല, ഇനിയും വിടൂല. അത് നോക്കിയിട്ട് കാര്യമില്ല. ഈ പൗരത്വ ഇപ്പം ഇന്ന് പറഞ്ഞല്ലോ ഒരുപാട് യോഗങ്ങളുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ തങ്ങളെ കണ്ട് ആലോചനകൾ നടത്താനുണ്ട്. പൗരത്വ നിയമ ഭേദഗതി ഈ വിഷയം ഇപ്പോൾ ഏതായാലും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടു. എന്താണ് അടുത്ത ഘട്ടം ഈ മുസ്ലിം ലീഗ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? പൗരത്വ ഭേദഗതി പ്രശ്നം ഞങ്ങൾ വളരെ വളരെ സീരിയസ് ആയിട്ട് എടുത്തത് കൊണ്ടാണ് ഇത് വന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പോയി ഏറ്റവും നല്ല രീതിയിൽ കേസ് കൊടുത്തു. അന്ന് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വക്കീൽമാരെ ഞങ്ങൾ ഹാജരാക്കുകയും ചെയ്തു. കപിൽ സിബിൽ തുടങ്ങി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഹാജരായി. അപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്ത പെറ്റീഷനുകളിൽ ഏറ്റവും പെർഫെക്റ്റ് ലീഗിട്ടതാണ് എന്ന് കണ്ടപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞു വി വിൽ കൺസിഡർ ദിസ് ആസ് ദി ലീഡ് പെറ്റീഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ലീഡ് പെറ്റീഷനാണ്. എന്നിട്ട് ബാക്കി എല്ലാവരോടും മെറിറ്റ് ഇതിൽ കക്ഷി ചേരാൻ. അപ്പം ഞങ്ങൾക്ക് ഈ നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ലീഡ് റോളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചത്. ഞാൻ അക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു ഇന്നലെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എന്നുള്ളത്. ഫോണിൽ അപ്പം തന്നെ ഞങ്ങളുടെ 2 സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ കിട്ടാവുന്ന നേതാക്കളൊക്കെ എല്ലാവരെയും സംസാരിച്ചതിന് ശേഷം ഫൈനലായിട്ട് തങ്ങളോട് സംസാരിച്ചു. സെയ്ദ് സാദിഖ് അലി തങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ കേസ് കയറ്റി ഇന്നലെ അദ്ദേഹം പത്രക്കാരെ കണ്ടു പറഞ്ഞു. അങ്ങനെ കേസ് കയറ്റി ഉടനെ മുന്നോട്ട് പോകണം. അത് റൂൾസ് ഇറക്കി കഴിഞ്ഞു. ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് റൂൾസ് ഇപ്പം ഇറക്കുന്നില്ലാതാണ് കോടതിയിൽ ഗവൺമെൻറ് പറഞ്ഞു. പിന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ തൊട്ട് മുമ്പ് ഇങ്ങനെ ചെയ്തപ്പോൾ അതൊരു ചതിയായി പോയി. ആ കാര്യം കോടതിയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കോടതി എന്താണ് പറയുന്നത് എന്ന് നോക്കട്ടെ. സ്റ്റേ കിട്ടിയാൽ നിൽക്കും. ഇപ്പോൾ സ്റ്റേ കിട്ടിയില്ലെങ്കിൽ തന്നെ കേസ് അതിൻ്റെ മെറിറ്റിൽ കോടതി പരിഗണിക്കും. ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി വിലയിരുത്താൻ വേണ്ടി വൈകാതെ യോഗമുണ്ട്, റിവ്യൂ ചെയ്യാൻ പോവാം. ഓക്കെ, താങ്ക് യു.